ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ കാടുകളിൽ തനിച്ചു കഴിയുന്ന മെന്തവായി എന്ന ട്രൈബൽ സമൂഹം. സിബറൂത്ത് ഐലൻഡ് എന്ന കാടുകളാൽ നിറഞ്ഞ അവരുടെ ആ ലോകത്തേക്ക് നമുക്കൊരുമിച്ച് ഇന്നൊരു യാത്ര പോകാം. ആധുനിക ലോകവുമായി അകലം പാലിച്ച് 2000-ലേറെ വർഷങ്ങളായി ഇവരിവിടെ കഴിഞ്ഞുകൂടുന്നു. ഇന്തോനേഷ്യയുടെ സുമാത്രയ്ക്ക് പടിഞ്ഞാറ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മെന്തവായ് ഐലൻഡുകളിൽ ഒന്നിലാണ് ഇവരുടെ താമസം. ചതുപ്പ് നിലങ്ങളും കൊടും മഴക്കാടുകളും നിറഞ്ഞ ഒരു അത്ഭുത ദ്വീപ്. സുമാത്രയിൽ നിന്നും കപ്പൽ പിടിച്ച് നമ്മൾ ആദ്യം എത്തിച്ചേരേണ്ടത് സിബറൂട്ടിന്റെ മെയിൻ ഐലൻഡ് ഏരിയയിലേക്കാണ്. അവിടെ നിന്നും ആമസോൺ നദി പോലെ കലങ്ങി ഒഴുകുന്ന ഈ നദിയിലൂടെ ചെറിയൊരു വെള്ളത്തിലുള്ള സാഹസിക യാത്ര. ഏത് നിമിഷവും കൊടും പേമാരിയും മലവെള്ളപ്പാച്ചിലും നമ്മളെ തേടിയെത്താം. അതിനെയൊക്കെ തരണം ചെയ്ത് കാടുകളുടെ ഉള്ളറയിലേക്ക് ഏറെ ദൂരം നമുക്ക് പോകാനുണ്ട്. പിന്നീട് കൊടും കാട്ടിലൂടെ ആ ചതുപ്പ് നിലങ്ങളിലൂടെയുള്ള ഒരു ട്രെക്കിംഗ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഏറെ ദൂരം അതിലൂടെ സാഹസികമായി നടന്നു വേണം നമുക്ക് അവരുടെ വാസസ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. കാലൊന്നു തെറ്റിയാൽ ചതുപ്പിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കും എത്തിച്ചേരാം. ഒടുവിൽ പുറം ലോകത്തു നിന്നും മറഞ്ഞു നിൽക്കുന്ന മെന്തവായിലെ ആ കാട്ടുമനുഷ്യരുടെ അടുത്തേക്ക് നമുക്കും ചെന്നെത്താം. നിങ്ങളും വരികയല്ലേ എൻ്റെ കൂടെ ആ യാത്രയ്ക്ക്? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. 2004 സുനാമിക്ക് ശേഷം സുമാത്ര ഐലൻഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ സമയത്താണ് നമ്മൾ ഇവിടേക്ക് വന്നെത്തിച്ചേർന്നത്. അപ്രതീക്ഷിതമായി വന്നെത്തിയ സൈക്ലോൺ ഇവിടെ കൊടും പേമാരി ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായി മലയിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കവും ഒക്കെ ഈ നാടിനെ കാർന്നു തിന്നു. 2018 നമ്മളുടെ കൊച്ചു കേരളം നേരിട്ടതുപോലൊരു പ്രതിസന്ധിയിലൂടെയാണ് സുമാത്രയും ഇവിടുത്തെ ചുറ്റുപരിസരങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ഹായ്, ഗുഡ് മോർണിംഗ്. റെഡിയല്ലേ നിങ്ങൾ? ഞാൻ റെഡിയാണ്, സെറ്റാണ്. ബാ പോയേക്കാലോ. രാവിലെ തന്നെ ഉണ്ടല്ലോ, ആകാശം മൂടിക്കെട്ടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ വലിയ രീതിയിലുള്ള ഒരു മഴയ്ക്കൊരു ശമനം വന്നിട്ടുണ്ട്. നമ്മളെ പോർട്ട് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹേരു ഒരു ഡ്രൈവറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം വന്നു, ഞങ്ങളുടെ ലഗേജ് എല്ലാം വണ്ടിയിൽ കയറ്റി. ഗുഡ് മോർണിംഗ്. ഹായ്. ഓക്കെ, മെറ്റിൽഡേ. You are from France? Yeah. Okay, nice to meet you. Nice to meet you. Are you excited? Yeah, I'm really excited. I can't wait to start. ഓക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ നിന്നും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇനിയിപ്പം അടുത്ത ഹോട്ടലിൽ വേറെ 2 ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്. അവരെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ജസ്റ്റ് 5 മിനിറ്റ്സ് മാത്രമേ നമ്മളുടെ ബോട്ടിലേക്കുള്ളൂ. അപ്പോൾ ബോട്ടിലേക്ക് പോവുകയാണ്. രാവിലെ ഉണ്ടല്ലോ, അത്യാവശ്യം ചെറിയ രീതിയിലൊരു മഴയല്ല, തൂളൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആ കാണുന്ന അവർ 2 പേരുമാണെന്ന് തോന്നുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന അടുത്ത ആളുകൾ. നമ്മൾ പരിചയപ്പെട്ട ഹേരു ഇല്ലേ, ഹേരു രാവിലെ തന്നെ പോയി കേട്ടോ പോർട്ടിലേക്ക്. ഇനിയിപ്പം നമ്മൾ നേരെ ഹേരുവിൻ്റെ അടുത്തേക്ക്. ഹേരു ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പോർട്ടിൽ കേട്ടോ. അധികം ദൂരമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു 1-2 മിനിറ്റത്തെ റൈഡ്. നമ്മളെത്തി. പോർട്ടിൽ നല്ല തിരക്കൊക്കെ ഉണ്ട്, ആളുകൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ലഗേജ് എടുക്കാമല്ലോ നമുക്ക്. ഇവർ 2 പേരുമാണ് നമ്മുടെ കൂടെയുള്ള. സമയം അതിരാവിലെ 6 മണി ആയിട്ടേ ഉള്ളൂ. കിളി മാറി നിൽക്കുകയാണ് എല്ലാവരും. അത്യാവശ്യം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല തിരക്കുണ്ട്. നോർമലി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ വിടാറുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിരിക്കണം. നോർമൽ ഷിപ്പ് അല്ല കേട്ടോ, നമ്മുടെ ഒരു സ്പീഡ് ഫെറി ഇല്ല, സ്പീഡ് ഫെറിയാണ്. യെസ്, ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇതാണ് നമ്മുടെ ഹേരു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് സീറ്റ് നമ്പർ ഫിക്സഡ് ആണ്, 10D ആണ് കേട്ടോ എൻ്റെ സീറ്റ്. സാധനങ്ങളൊക്കെ ആളുകൾ കയറ്റുന്നതിൻ്റെ ആ ഒരു തിരക്കൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഐലൻഡിലേക്കുണ്ടല്ലോ എല്ലാ ദിവസവും ഷിപ്പ് സർവീസ് ഇല്ല, അത് ഡിപ്പെൻസ്, ഓരോ ഡേറ്റും വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ആഴ്ചയ്ക്ക് ഒരിക്കലാണ് ആളുകൾ അങ്ങോട്ട് പോവുകയും വരികയും ചെയ്യുന്നത്. ഇത് സ്കാൻ ചെയ്തിട്ട് വേണം. ഹായ്, താങ്ക് യു. അപ്പോൾ വാ, നമുക്കിനി ഇപ്പം കടലിലെ യാത്രകൾ, കാഴ്ചകൾ, അനുഭവങ്ങൾ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇതുള്ളത്. നമ്മൾ ശ്രീലങ്കയിലൊക്കെ കണ്ടില്ലേ, ആ ഒരു രീതി തന്നെ. നമ്മൾ ഇന്തോനേഷ്യയിൽ വന്നതിന് ശേഷം ഇതുപോലുള്ള ഫെറി സർവീസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഫ്രണ്ടിലൊരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞിട്ട് താഴെ, അതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ അടുത്ത സെക്ഷൻ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സ്മോക്കിംഗ് ഏരിയ കാര്യങ്ങൾ, ഒരു ഓപ്പൺ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വഴിയെ നമുക്ക് കാണാം. എന്തായാലും ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐലൻഡിനെ കണക്ട് ചെയ്തിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ് എന്ന് പറയുന്നത്. വീണ്ടും ഷിപ്പ്, അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഐലൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ നല്ല രീതിക്ക് എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ്, നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ടും ഇവിടുത്തെ ആളുകളുടെ അനുഭവങ്ങളൊക്കെ നേരിട്ട് അറിയാനൊക്കെ ആയിട്ട്. ഇവിടുത്തെ TV-യിൽ തന്നെ പ്ലേ ചെയ്യുന്നത് മെന്തവായ് ട്രൈബ്സിനെ പറ്റിയും അവരുടെ ജീവിതങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങളെ?
ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മുടെ എല്ലാ കാര്യത്തിനും ഹേരുണ്ടാവും. അപ്പം എന്നെ മേലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാനും ഹേരുവിൻ്റെ കൂടെ ഒന്ന് മുകളിലോട്ട് നടക്കാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഫില്ലിങ് ആളുകൾ കയറുന്നത് ലഗേജ് കയറ്റുന്നത് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളേ. ഇതാണ് അപ്സ്റ്റെയർ. ഇതുവഴി നമുക്ക് മുകളിലോട്ട് കയറാം. ഫുള്ള് ലഗേജ്. ശരിക്കും ഈ ഒരു ഐലൻഡിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഇതാണ്. ഇത് പിന്നെ അധികം ലോക്കലായിട്ടുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുക. പിന്നെ ഈ ഒരു പുകവലിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഓപ്പൺ പ്ലേസിലാണ് കേട്ടോ ഉണ്ടാവുക. എന്നാലും നമുക്ക് അങ്ങനെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കാണാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. മേലെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു എഞ്ചിൻ്റെയൊക്കെ. ഹായ്, ഓപ്പൺ പ്ലേസ്. ഇനിയിപ്പം ഈ കാണുന്ന കടൽ ഏരിയയിലേക്കാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. യെസ്, 5 hours. ഓക്കെ, 5 മണിക്കൂർ നേരത്തെ കടൽ യാത്രയുണ്ട് കേട്ടോ നമുക്ക് മെന്തവായ് ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നോ, ഐ തിങ്ക് നോ. ആക്ച്വലി കടലിൽ കൂടി പോകുമ്പോൾ നമ്മളുടെ ആ ഒരു സീ സിക്നെസ് ഉണ്ടല്ലോ, അതുണ്ടോയെന്ന് ചോദിച്ചതാണ് എന്നോട്. ഞാൻ ഇതിനു മുമ്പ് പോയപ്പോൾ എനിക്കില്ലായിരുന്നു, സോ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മഴ കുറച്ച് സ്ഥലങ്ങളിൽ മേലെ മലയുടെ ഭാഗത്ത് പെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഈ ഒരു റിവർ വഴിയാണ് കടലിലേക്ക് വന്നു ചേരുന്നത്. ഇവിടെ നോർമലി നല്ല ക്ലിയർ വാട്ടർ ഉണ്ടാകുന്നതാണ്, നല്ല ബ്ലൂയിഷ് കളർ വാട്ടറാണ്. പക്ഷേ എങ്കിൽ ഇതിപ്പോൾ ചെളി ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കാണുന്നത്. മഴ പെയ്തിട്ടുണ്ട്. വെതറിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഹേരു ആ ഒരു ആപ്പ് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. കടലിലേക്കുണ്ടല്ലോ ഇന്നത്തെ മീൻപിടുത്തത്തിനൊക്കെ ആയിട്ട് ഇതാ ആളുകൾ പോകുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ മഴയുടെ അത് പ്രഡിക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയായിരുന്നു സാറ്റലൈറ്റ് മാപ്പ്. അപ്പം ഇന്നത്തെ ദിവസം ഈ ഒരു സ്ഥലം പതാങ്ങിൽ മഴയുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഐലൻഡ് റീജിയണിൽ മഴയില്ല. അപ്പം അതൊരു സമാധാനമാണ്. അടുത്ത 3 മണിക്കൂറിലേക്ക് നമ്മൾ അവിടെ എത്തുമ്പോൾ 5 മണിക്കൂറാകും. അന്നേരം ഇപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും അത്ര വലിയ രീതിയിൽ മഴ പെയ്യുന്നൊരു സ്ഥലമല്ല അതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ടെമ്പറേച്ചറും അതുപോലെ തന്നെ വെയിലും ഒക്കെ ആ ഒരു ഭാഗത്ത് കൂടുതലായിരിക്കും അത്രേ. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ? അതായത് കടലിനോട് ചേർന്ന് തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ മൗണ്ടൻ റീജിയൺ ആണ് കേട്ടോ. പ്ലെയിൻ ഏരിയകൾ കുറവാണ്. ഈ പതാങ് എന്ന് പറയുന്ന സിറ്റിയും അതുപോലെ തന്നെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ കടൽ കയറി കിടക്കുകയാണ്. അതിൻ്റെ മേലഭാഗത്തായിട്ട് മലനിരകളുണ്ട്. അതിന് താഴെയുള്ള പ്ലെയിൻ ഏരിയയിലാണ് ഈ ഒരു പതാങ് എന്ന് പറയുന്ന സിറ്റി നിലനിൽക്കുന്നത് കേട്ടോ. എന്തായാലും വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെറൈനും ആളുകളും ഒക്കെയുള്ളൊരു സ്ഥലമാണ് ഈ പതാങ് എന്ന് പറയുന്നത്. ആളുകളൊക്കെ കയറി അതുപോലെ തന്നെ ലഗേജൊക്കെ സെറ്റായി. സോ അതിൻ്റെ ഒരു സൂചനയായിട്ട് അവിടെ നിന്ന് ഇപ്പോൾ നമ്മളുടെ ഷിപ്പ് ഒരു ഫോണൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മളെ കരയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കയറെല്ലാം അഴിച്ച് നമ്മളിനിയിപ്പോൾ സ്വതന്ത്രനായി ഈ ഒരു കടലിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ നിൽക്കുമ്പോഴല്ലോ എനിക്ക് അനാക്കൗണ്ട സിനിമയിൽ അവരെല്ലാവരും കൂടിയിട്ട് കാട്ടിലേക്കൊരു ബോട്ടിൽ ഇങ്ങനെ യാത്രയ്ക്ക് പോകുന്ന ആ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. ഓ മൈ ഗോഡ്, ശരിക്കും സിനിമകളിലൊക്കെ കണ്ട അതേ സീന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇത് ഒപ്പിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും പതാങ്ങിൻ്റെ മലനിരകളിൽ പതുക്കെ മഴമേഘങ്ങളൊക്കെ ഉരുണ്ടു കൂടുന്നുണ്ട്. എന്തായാലും വലിയ മഴയൊന്നും ഇനിയും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടെ ഞങ്ങളിതാ തീരം വിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പുറം ലോകമായിട്ടൊക്കെ ബന്ധമുള്ളൂ. നമ്മളീ പോകുന്ന സ്ഥലത്ത് കറണ്ട് ഇല്ല, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇല്ല, അങ്ങനെയുള്ള ആധുനികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. അതിനോടൊക്കെ ബൈ പറഞ്ഞ് അവിടുത്തെ ആളുകളുമായിട്ട് കാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എനിക്കിത് ഓർക്കുമ്പോൾ വീണ്ടും വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. എന്തായാലും കാലാവസ്ഥ കൂടി നമുക്ക് അനുകൂലമായി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തകർക്ക് പൊളിച്ചടുക്കും കേട്ടോ. സ്പീഡുണ്ടല്ലോ വിചാരിച്ചതുപോലല്ല, അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. ഇത്രയും സ്പീഡിൽ ഓടിയിട്ടും 5 മണിക്കൂർ കൊണ്ടേ അങ്ങ് എത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക എത്രമാത്രം ദൂരെയാണ് മെയിൻ ലാൻഡിൽ നിന്നും ആ ഒരു ഐലൻഡ് എന്നുള്ളത്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് പതാങ്ങിൻ്റെ മറുവശത്തുള്ള ആ വലിയ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഷിപ്പിൽ അധികവും ഉള്ളത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളാണ് ആ ഒരു മെന്തവായ് ഐലൻഡിലേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ടൂറിസ്റ്റുകളും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ബ്രെഡ് പോലത്തെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ നഹി നഹി ഓക്കെ. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഇന്ത്യയിൽ നിന്നാണെന്ന് അറിയുമ്പോൾ ഇവർക്ക് അറിയാവുന്ന ഒരു ഇത് എന്ന് പറയുന്നത് അച്ഛാ നഹി നഹിയാണ് കേട്ടോ. അത് വേൾഡ് വൈഡ് ഫേമസ് ആണ്. പക്ഷേ ഇവർക്കറിയില്ലല്ലോ നമ്മൾ പറയുന്ന ഭാഷ
ഹിന്ദി അല്ല മലയാളമാണ് എന്നുള്ളത്. ഈ കടലിലോട്ട് ഇറങ്ങിയിട്ടുള്ളോ ചെറിയ വേറെയും ആൾ താമസം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളുണ്ട്. അതുപോലത്തെ ഉള്ള പൊട്ടു ഐലൻഡുകളാണ് അങ്ങ് ദൂരെയായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ കാണുന്നൊക്കെ ഉണ്ടല്ലോ അതുപോലുള്ള ഐലൻഡാണ് കേട്ടോ. ചെറിയ രീതിയിലുണ്ടല്ലോ ഒരു മഴ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും റെയിനിങ് എല്ലാവരും ഇത് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത് തൊട്ട് അവിടെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ദൈവമേ മഴയേ പൊന്നു മഴയേ, ഞാൻ പോകുന്ന ഇന്ത്യയിൽ ഓൾമോസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെയും പ്ലീസ് നിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല. വരരുത്, ദയവ് ചെയ്ത് വരരുത്. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. കാറ്റുണ്ടല്ലോ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിലിരിക്കുന്ന എല്ലാവരും നനയുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് എണീറ്റു. നമ്മളങ്ങനെ വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തി. ഞാൻ കാണിച്ചു തരാം എക്സാക്റ്റ് എവിടെയാണെന്നുള്ളത്. ഇതുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം കാണുന്നില്ല, ഇന്ത്യൻ ശ്രീലങ്കയൊക്കെ. അതിൻ്റെ താഴെയായിട്ട് ഇതുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ റീജിയൻസ് ആണ് നമ്മളുടെ ഈ ഒരു മെന്തവായി ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതിങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചെതറി കിടക്കുകയാണ് കേട്ടോ. നമുക്കുണ്ടല്ലോ കടലിൽ അത്യാവശ്യം നല്ല രീതിക്ക് മഴ കിട്ടിയിട്ടുണ്ട്. ആ മഴേൻ്റെ ഇടയിൽ ആ ഒരു വെള്ള കളറിൻ്റെ ഇടയിൽ ആ ഒരു കറുത്ത പൊട്ടുപോലെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഓരോ ഐലൻഡുകളാണ് കേട്ടോ. പിന്നെയുണ്ടല്ലോ നമ്മൾ ഈ പാഞ്ഞു പോകുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ ഇടയ്ക്ക് കടൽ പ്രശ്നമാകുമ്പോൾ അല്ലെങ്കിൽ ശ്രീലങ്കയിലോട്ടൊക്കെയുള്ള ഫെറികൾ നിർത്തി വെക്കാറില്ലേ, അതുപോലെ ഇവിടെയും ഫെറികൾ നിർത്തി വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴയൊന്നും നമ്മളെ സംബന്ധിച്ച് തിരിച്ചു വരാൻ അത്ര വലിയ ശുഭസൂചകമല്ല കേട്ടോ. ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഐലൻഡുകളിലൊന്നും ആൾതാമസമില്ലാത്തതാണ് കേട്ടോ. പിന്നെ മണൽ മാത്രമുള്ള ചില തിട്ടകളും നമുക്ക് ഈ കടലിൽ നടുക്ക് കാണാം. ഇതുപോലെ ഉണ്ടല്ലോ ഷിപ്പിലെ ഇടയ്ക്ക് ഫുഡ് ഇതുണ്ടോ ഇങ്ങനെ കൊണ്ടുവരും. ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. നാസി ഗുരിങ്, നൂഡിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെ എന്തൊക്കെയാ സോസേജ് സാധനങ്ങൾ, അങ്ങനെയുള്ള ടൈപ്പ് ഇവരുടെ ലോക്കൽ ഫുഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മഴ പോയപ്പോഴത്തേക്കും ആളുകൾ വീണ്ടും ആ ഒരു ഡെക്കിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇതിൻ്റെ ഡെക്കിലേക്ക് വീണ്ടും കയറാം. നമ്മൾ എത്രത്തോളം ദൂരം വന്നു എൻ്റെ അമ്മയെ, നമ്മളുടെ ഇത് കാണാനില്ലല്ലോ. പതാങ്കെല്ലാം അങ്ങ് മഴേൻ്റെ ഉള്ളിലായിപ്പോയി കേട്ടോ. ഈ കാണുന്ന ഐലൻഡ് പതാങ്ങിൻ്റെ അല്ല, ഇത് വേറെ ഏതോ സ്ഥലത്തിൻ്റെ മലനിരകളാണ്. ഇങ്ങനെ കയറി നിന്നപ്പോഴാണ് ഈ ഒരു സാധനത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ നമ്മൾ കണ്ടത്. എന്തായാലും കടലിനുള്ളിലോട്ട് പോകാണല്ലോ, പുറലോകമായിട്ട് ബന്ധപ്പെടണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ടവറുകൾ കാര്യങ്ങൾ ഒക്കെയും ഇവിടെ കാണാം. ഈ കാണുന്ന ഐലൻഡുകളൊക്കെ കണ്ടോ നിങ്ങൾ, ഇതിലൊന്നും ആൾതാമസമൊന്നും ഇല്ലാത്തതാണ്. ഇതിൽ ചില ഐലൻഡുകളിൽ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പോകാം. അതായത് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന രീതിയിൽ അവിടെ നിന്ന് ബോട്ടൊക്കെ എടുത്തിട്ട് സന്ദർശിക്കാൻ പറ്റുന്ന അവസരമൊക്കെ ഉണ്ട്. ഓരോരോ ഏരിയകൾ ലക്ഷ്യമാക്കിയിട്ട് മഴ താഴോട്ടേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോഴേ ഞാൻ ചിന്തിക്കുന്നത് ഇതുപോലുള്ള ദ്വീപുകളിലൊക്കെ ഈ ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് കേട്ടോ. ദൈവമേ, ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വന്ന് ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു പണിയാണ്. എന്താ പോന്നോ. ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്ക് താഴെ വന്നിരിക്കാം. താഴെ ഇപ്പോഴും ആ ഒരു മെന്തവായി ട്രൈബിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ ഇവിടെ പ്ലേ ആകുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ആളുകൾ കുടുങ്ങിപ്പോയതാണോ, അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്തതാണോ, എന്താണോ എന്തോ. അല്ല കേട്ടോ, അത് വേറെ ഏതോ വൈൽഡ് സിനിമയാണ്. പഴയ കൊറോണ കാലത്തിനെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെയൊക്കെ ആ ഒരു ബോർഡൊക്കെ കാണാവേ. ശരിക്കും അന്ന് ഈ ഒരു കൊറോണയൊക്കെ വന്ന സമയത്ത് ഈ നാടൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളത് അതും ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഒരു നാസി ഗുരിങ്, നമ്മളുടെ ഫ്രൈഡ് റൈസ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇനി എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മളുടെ ചോറില്ലേ, മസാല ചോറും അതിൻ്റെ അകത്തൊരു ബുൾസയും കൂടി ഉണ്ടാവും. പിന്നെ ഇത് അരിൻ്റെ ആ ഒരു പപ്പടം ടൈപ്പ് സാധനം കൂടിയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനിതാ വീണ്ടും ഒന്ന് മേലേക്ക് വന്നു. കാരണം നമ്മൾ കുറേ അധികം ദൂരം ഇങ്ങോട്ടേക്ക് വന്നില്ല. എന്താണ് പുറത്തെ അവസ്ഥ എന്ന് നോക്കണ്ടേ. ശരിക്കും ഉണ്ടല്ലോ 15,000 രൂപ, അതായത് നമ്മളുടെ ഒരു 75 രൂപയെ ഈ ഒരു ഷിപ്പിനുള്ളിലും ആ ഒരു ഫ്രൈഡ് റൈസിനും ഓംപ്ലേറ്റിനൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ പിന്നെ നിങ്ങൾക്കറിയാലോ, ഇന്തോനേഷ്യയിൽ അങ്ങനെ കൂടുതൽ കത്തി റേറ്റ് ഭക്ഷണത്തിന് വാങ്ങുന്ന പരിപാടിയൊന്നുമില്ല, പ്രത്യേകിച്ച് ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസുകളിൽ. നമ്മുടെ മെയിൻലാൻഡൊക്കെ ഉണ്ടല്ലോ ആ ഒരു മേഘങ്ങൾക്കിടയിൽ മുങ്ങി നമുക്ക് കാണാൻ പറ്റുന്നില്ല. പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. അതാ നമ്മൾ ഉൾക്കടലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം കണ്ടകൾ ആ ഒരു കാർമേഘങ്ങളൊക്കെ പോയി പതുക്കെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. ആകാശത്തിനൊരു പ്രത്യേക നീലിമയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്,
ഇവിടെ കടലിന് എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കി നിങ്ങൾ, തിരകളൊക്കെ പതുക്കെ കുറഞ്ഞ് കടലൊരു കായൽ പോലെയൊക്കെ ആയി മാറിയിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ട് കണ്ട നിങ്ങൾ മെന്തവായ് ഐലൻഡ് നിരകൾ നമുക്കിതാ കാണാൻ പറ്റും. ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ദ്വീപ്. ആദ്യമേ നമ്മൾ പോയിട്ട് എത്തുകയല്ല, നമ്മൾ ഇവിടെ ചെന്നിട്ട് അവിടെ നിന്നും ആളെ ഇറക്കിയതിന് ശേഷം അങ്ങ് സൗത്ത് സൈഡിലോ അങ്ങോട്ട് സംതിങ് മൂവ് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെയാണ് യാത്ര കേട്ടോ. എന്തായാലും വഴിയെ നമുക്ക് അറിയാം, കാണാം. നമ്മളിങ്ങനെ പോകുമ്പോണ്ടല്ലോ പല സൈഡിലും ഇതുണ്ടെങ്കിൽ അതെല്ലാം മീനുകൾ തുള്ളുന്നതാണ്, ഏതൊക്കെയോ മീൻകൂട്ടങ്ങളെ. നിങ്ങളെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? മൊത്തത്തിലൊരു കളർ വ്യത്യാസം വന്നു കേട്ടോ. എന്തോ ഒരു പ്രത്യേകതയുള്ള ബ്ലൂയിഷ് കളർ. അത് കടലിനും അതുപോലെ തന്നെ ആകാശത്തിനുമൊക്കെ അങ്ങ് ദൂരെയായിട്ട് ഈ ഒരു ഷിപ്പ് പോയി നോർത്ത് സൈഡിൽ എടുക്കുന്ന ഒരു പോർഷൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ദ്വീപിനോട് അടുക്കുന്നതിനുണ്ടല്ലോ നമുക്ക് ഈ ഒരു കടലിൽ തിരകൾ നല്ലപോലെ കുറഞ്ഞു. അതുകൂടാതെ ഈ ഒരു തേങ്ങ, മരക്കൊമ്പുകൾ അതൊക്കെ ഇങ്ങനെ വീട് കിടക്കുന്ന കാഴ്ചയും കാണാതെ നമ്മുടെ സ്വന്തം ലക്ഷദ്വീപിൻ്റെ ഇതേപോലുള്ള കളർഫുൾ കാഴ്ചകൾ നേരിട്ട് വന്ന് ആസ്വദിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. തീർച്ചയായിട്ടും നാട്ടിലെത്തിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം. നമ്മുടെ ഈ ഒരു ഐലൻഡിനെ ഉണ്ടല്ലോ നോർത്ത് സൈഡിൽ നിന്നും അങ്ങ് കാണുന്ന സൗത്ത് സൈഡിൽ വരെ 10 കിലോമീറ്റർ ആണ് കേട്ടോ ദൂരമുള്ളത്, ലെങ്ത്. അതുകൂടാതെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ആണ്. ഇവിടെ ഉണ്ടല്ലോ ചെറിയൊരു പട്ടണം പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിന്റ് ഉണ്ട്. സിക്കാ ബലുവാൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. നമ്മളെ കടലിൽ നിന്നും പതുക്കെ ഇതാ ഇതിന്റെ ഉൾക്കടൽ മേഖല, കടൽ ഇങ്ങനെ കയറി ഉള്ളിലേക്ക് കിടപ്പുണ്ട്. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല, മലനിരകൾ തന്നെയാണ്. ഇതുണ്ട് നിങ്ങൾക്ക് കടലിനോട് ചേർന്ന് തന്നെ. അപ്പം അങ്ങോട്ടേക്ക് കയറി ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മളുണ്ടല്ലോ ഇവിടെ ഫസ്റ്റ് സ്റ്റോപ്പാണ് നമുക്ക് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സൗത്ത് സൈഡിലേക്കാണ് ആക്ച്വലായിട്ട് നമ്മൾ പോകുന്നത്. യഥാർത്ഥമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് സൈഡിലാണ് കേട്ടോ. നമ്മളെ ചില ജുറാസിക് പാർക്ക് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു കാടിനോട് ചേർന്ന് ഈ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലങ്ങളില്ലേ, ഐലൻഡ്, അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് എത്തിപ്പെട്ട ഒരു ഫീല് കേട്ടോ. ശരിക്കും അതാണ് ആ ഒരു കുഞ്ഞു പട്ടണം എന്ന് പറയുന്നത്. ഓ മൈ ഗോഡ്, ശരിക്കും ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ സാധനം അങ്ങോട്ടേക്ക് എത്തിപ്പെടുകയാണ്. നമ്മളുടെ ഫെറി അങ്ങോട്ടേക്ക് അടുക്കുമ്പോഴത്തേക്കും ആളുകളൊക്കെ പതുക്കെ അതിൻ്റെ സൈഡിലേക്കൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൽ കയറി സൗത്ത് സൈഡിലോട്ട് പോകാനുള്ള ആളുകളും അതല്ലാതെ ഇതിൻ്റെ അകത്തുനിന്ന് ഇനിയിപ്പോൾ ലഗേജ് വന്നിട്ടുള്ള ആളുകളും അത് എടുക്കാനും കൊടുക്കാനൊക്കെ ഉള്ള ആളുകളും അങ്ങനെയായിട്ട് ഈ ഗ്രാമം അല്ലെങ്കിൽ ഈ ഒരു ഐലൻഡിൻ്റെ കുറേയധികം ആളുകൾ ഈ ഒരു ആഴ്ചയിലെ ഒരു കണക്ടിവിറ്റി ആശ്രയിച്ച് ഇവിടെയുണ്ട്. ഇവിടെ നമുക്കുണ്ടല്ലോ ചെറിയൊരു മസ്ജിദും അതുകൂടാതെ അതുകൊണ്ട് അവിടെയുള്ള ഒരു ഹോട്ടലൊക്കെ കാണാൻ പറ്റും. അത് വെള്ളത്തിൽ തൂണ് നാട്ടിയിട്ട് അതിന് മേലെ പ്ലാറ്റ്ഫോം അടിച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ദ്വീപിലോട്ട് കാലെടുത്ത് വെക്കാം. ഈ ദ്വീപിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമല്ലോ. ഹായ്, തല നോക്കണം എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ മെന്തവായ് ഐലൻഡിലേക്ക് കാലെടുത്ത് വെച്ച്. ഇവിടെ ഹേര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാ ഹായ്, വെൽക്കം ടു മെന്തവായ്. ശരിക്കുണ്ടല്ലോ ഇവിടെ ആ ഒരു ഫെറി വരുന്ന സമയം, ആ ഒരു ദിവസം ഒരു ആഘോഷം പോലെയുണ്ട് കേട്ടോ. കാരണം ആളുകളൊക്കെ കാണുമ്പം ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ചിരിയും ഒച്ചപ്പാടും ഒക്കെ നമുക്ക് ഇവിടെ കാണാതെ. ഇവിടെ ഈ ഒരു കടൽ കയറി കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് കണ്ടൽക്കാടുകളാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ശരിക്കും ആളുകൾ വന്നിറങ്ങുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു കാഴ്ചകൾ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിനിയിപ്പോൾ ഹെരുവിനെ ഫോളോ ചെയ്യുകയാണ്. ഭക്ഷണം കഴിക്കുക. ഈ ഫെറി ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് തിരിച്ച് ഈ ഒരു ഫെറിയിലേക്ക് വന്നു കയറണം. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ഹോട്ടലുണ്ട്. അതുകൂടാതെ അപ്പുറയൊക്കെ ഉണ്ട്. ആളുകളുടെ വന്നു ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ടൗൺ ഏരിയ എന്ന് പറയുന്നത് ഇതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുണ്ടെങ്കിൽ നമ്മളുടെ പന കൊണ്ട് മേഞ്ഞത്. അതുകൂടാതെ പുതിയത് ടിൻ ഷീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും മരം കൊണ്ടൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ദ്വീപിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല സ്ഥലങ്ങളിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വീലേഴ്സും കാണാൻ പറ്റും. 4 വീലർ അധികം ഒന്നും കാണുന്നില്ല. ഈ ഒരു ഭാഗത്ത് റോഡുകൾ ചെയ്തേക്കുന്നത് കോൺക്രീറ്റ് ആണ് കേട്ടോ, ടാറിങ് ഒന്നുമല്ല. ഇങ്ങോട്ടേക്ക് ഇതിന് പുറപ്പെടാൻ വേണ്ടിയിട്ടായിട്ടുള്ള ആളുകളൊക്കെ വളരെ തിരക്ക് പിടിച്ചിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു കടയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് തോന്നുന്നു. അതെ, ഇത് ഭക്ഷണം കഴിക്കുന്ന കട തന്നെയാണ്. ഇതുണ്ടല്ലോ നിങ്ങൾ താഴെ ഭാഗം ആ ഒരു പലവ് അടിച്ച് സെറ്റാക്കി അതിന് മേലെ റൂഫ് ചെയ്ത് ആണ് കടകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്താ ഇവിടുത്തെ ട്രഡീഷണൽ നമ്മളുടെ ചുണ്ടൻ വെള്ളമൊക്കെ പോലത്തെ ഒരു സാധനം.
നമ്മൾ മുമ്പ് ബാക്കിയുള്ള ഇടങ്ങളിൽ കണ്ട പോലെ തന്നെ ചിക്കൻ്റെ അതുപോലെ തന്നെ മീനിൻ്റെ ഒക്കെ പല ഇതുള്ള പിന്നെ കൂടെ ചോറും ഒക്കെയുള്ള ആ ഒരു രീതിയിലുള്ള ഡിഷാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ ഒരു ഷോപ്പിൻ്റെ ജനലുണ്ടല്ലോ നേരെ ഓപ്പൺ ആകുന്നത് ആ ഒരു നമ്മളുടെ കടലിനോട് ചേർന്ന ഉൾക്കടലിൻ്റെ ഭാഗത്തേക്കാണ്. ഇപ്പോൾ വെയിൽ ഇറക്കമാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ ഇവിടത്തെയൊക്കെ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ കണ്ടൽക്കാടുകളില്ലേ അത് ഇങ്ങോട്ടേക്കും വളർന്നു കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ TV ചാനലുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, പണ്ട് നമ്മുടെ നാട്ടിലുള്ള വലിയ കുടയില്ലേ അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ടീം ഇതാ ഇവിടെ വന്നിരിപ്പുണ്ട്. ചിക്കൻ ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ബെൽജിയത്തിൽ നിന്നും അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നൊക്കെയുള്ള നമ്മളുടെ കൂട്ടുകാർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. പിന്നെ കൂടാതെ അവർക്കൊക്കെ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ഫുഡ് എത്രത്തോളം കഴിക്കാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ കേരളത്തിൽ നിന്ന് വന്ന നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഹായ് പോളിൻ ആൻഡ് മാർട്ടിൻ റൈറ്റ്? ഓക്കെ. കൂടാതെ ഉണ്ടല്ലോ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ അരച്ചിട്ടുള്ള എന്തോ ഒരു കറി കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ നിങ്ങൾക്കറിയാലോ എല്ലാത്തിലും ഓൾമോസ്റ്റ് തേങ്ങയൊക്കെ യൂസ് ചെയ്യും. നമ്മളുടേതായിട്ടുള്ള ഏകദേശം ഒരു സ്റ്റൈലാണ് കേട്ടോ ഇതിനുള്ളത്. ഇതിൻ്റെ മുൻഭാഗം ഞാൻ നിങ്ങൾ കാണിച്ചു തന്നില്ലായിരുന്നല്ലോ. എന്താ ഇങ്ങനെ തന്നെ നമ്മൾ ശരിക്കും ശ്രീലങ്കയിൽ പോയില്ലായിരുന്നോ? ശ്രീലങ്കയിൽ പോയപ്പോൾ കയറിയത് പോലെ തന്നെ, പക്ഷെ അതിനും ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ഇതിനേക്കാളും വലുതാണോ എന്നൊരു സംശയം ഇല്ല, ഇത് തന്നെ സാധനം. ഓക്കെ കുച്ച് കുച്ച് ഹോത്താ ഹേ. നമ്മളാണ് അവസാനമായിട്ട് വന്ന് കയറിയതെന്ന്. ഇവിടെ ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ഒരു പരുന്ത്, എൻ്റെ അമ്മ എന്നാ വലിയ പരുന്ത നോക്കി, ബിഗ് വൺ. ഇനിയിപ്പം താഴോട്ടേക്ക് പോകുന്നുണ്ടല്ലോ അധികം കടലിലോട്ട് ഇറങ്ങിയൊന്നുമല്ല. നമ്മളുടെ ഈ ഒരു ഐലൻഡിന്റെ തീരത്തോട് തന്നെ ചേർന്നിട്ടാണ് കേട്ടോ നേരെ താഴോട്ട് പിടിക്കുകയാണ്. അങ്ങ് നോർത്ത് സൈഡിലുള്ള ആ ഒരു ഭാഗത്ത് ആളുകളുടെ സെറ്റിൽമെന്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ഇതുണ്ടോ ഈ ഒരു ഐലൻഡ് ഓൾമോസ്റ്റ് വിജനമാണ്. ഫുള്ള് കാടും വന്യജീവികളും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളങ്ങനെ ഇതാ നമ്മളുടെ ഏറ്റവും അവസാനത്തെ ഡെസ്റ്റിനേഷൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയ രീതിയിൽ, ചെറുതല്ലാത്ത രീതിയിൽ കാർമേഘങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യമേ, ഈ ഒരു നമ്മൾ ചെന്നിറങ്ങുന്ന ഭാഗത്തും ഇതുണ്ട്, ഇവിടെ ടവറുണ്ട്, നെറ്റ്വർക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് നെറ്റ്വർക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കാട്ടിലോട്ട് കയറി കഴിയുമ്പോഴാണ് നെറ്റ്വർക്ക് ഉണ്ടാവാത്തതെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതാ നമുക്ക് ചെന്നിറങ്ങേണ്ട സ്ഥലം കണ്ടാ നിങ്ങൾ, അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പിന്നെ കാട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇതുണ്ട് നിങ്ങൾ മഴയൊക്കെ പെയ്തിട്ടാന്ന് തോന്നുന്നു, അവിടെ എല്ലാം കോടയെല്ലാം ഉണ്ട്. അവിടെ ഒരു വീടെല്ലാം കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് മണിക്കൂറുകൾ നീണ്ട നടത്തുന്നുണ്ട് കേട്ടോ നമുക്ക്. ഇവിടെയും കടലിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മീൻപിടുത്ത ബോട്ടുകളൊക്കെ ഇതാ ഇവിടെ ഈ ഒരു ഫെറിയോട്, ഇവിടെ ഈ ഒരു ബോട്ട് ജെട്ടിയോട് ചേർത്ത് നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചധികം ആളുകൾ ഈ ഒരു നമ്മളുടെ ഈ ഒരു ഫെറി ഇന്ന് തന്നെ റിട്ടേൺ തിരിച്ച് പതാങ്ങിലേക്ക് പോകും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനൊക്കെ ആയിട്ട് ഇതാ ഇവിടെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ദ്വീപിൻ്റെ സൗത്ത് സൈഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണാണ് ഈ ഒരു ബോട്ട് ജെട്ടിയും. അതുപോലെ തന്നെ ഇതിനോട് ചുറ്റുവട്ടമായിട്ടുള്ള ചെറിയ പട്ടണമൊക്കെ കാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുഞ്ഞു പട്ടണം. ഇവിടെ ഉണ്ടല്ലോ ചെറിയൊരു മഴ പെയ്ത് അങ്ങോട്ട് ഒഴിവായിട്ടാണുള്ളത്. വീണ്ടും മഴ തുടങ്ങും. ഈ ഒരു ഫെറി എടുത്തപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ അവിടെ നിന്ന് ടൗണിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇതിന് പോകാനായിട്ട് വരുന്നുണ്ട്. നമുക്ക് തിരിച്ചു പോകേണ്ട സമയത്ത് ഇതേ സമയത്ത് തിരിച്ചെത്തിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. 7 മണിക്ക് അവിടെ നിന്നും പുറപ്പെട്ട നമ്മൾ 2 മണി 1:45 ഇപ്പോൾ സമയം 1:45 സമയത്താണ് ഇവിടേക്ക് വന്നെത്തിയത്. ഈ ഒരു സാധനം അവിടെ സൈഡ് മുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പിൽ വെക്കുന്നൊരു ബലൂൺ ടൈപ്പ് സാധനം കണ്ടങ്ങൾ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മളുടെ മെന്തവായുടെ ഒറിജിനൽ ആ ഒരു ലാൻഡ് ഏരിയ, ട്രൈബൽ ഏരിയയിലേക്ക് എത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങി ഒരു മണ്ണിൽ കാല് കുത്തിയിട്ട് വേണം നമുക്ക് ഈ ഒരു നാടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഹായ്, നൈസ്, താങ്ക് യു. ഇവിടെ നമ്മളെ കാത്ത് വേറെയും 2 ആൾക്കാർ കൂടിയുണ്ട്. അവരാണ് നമ്മളെ കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ വരുന്ന ആളുകൾ. ഇതിലെ കടലിട്ട് ഇറക്കിയിട്ടൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട്, ചെറിയൊരു ബ്രിഡ്ജ്. ഈ ഒരു ബ്രിഡ്ജ് പാസ് ചെയ്ത് വേണം നമുക്ക് മെയിൻ ടൗണിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഫോറിനേഴ്സ് ആയിട്ടുള്ള വേറെയും ആളുകളെ കാണാൻ പറ്റും. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഒരു ഓഫീസിലേക്ക് ചെന്ന് കയറുന്നുണ്ട്.
എന്താണെന്നുള്ളത് ഞാനും പോയി നോക്കിയിട്ട് പറയാട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിരിക്കും. ഒന്നുമില്ല കേട്ടോ, അത് ഈ ഒരു ഫെറിയുമായി ബന്ധപ്പെട്ട ആ ഒരു ഓഫീസാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. നമ്മളിനിയിപ്പോൾ നേരെ ഇവരെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ടൗണിൽ നിന്നും ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കാടിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്കുള്ള വണ്ടി ഇതാണ്. യെസ്, ഇതാണ് കേട്ടോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ചെറിയ ടാക്സി എന്ന് പറയുന്നത്. നോർമൽ നമ്മളുടെ സാധനമില്ലേ, ഈ എന്താ പറയുക, ജീപ്പ് ലോറി, അതിൻ്റെ പുറക് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ ഇരിക്കാനുള്ള ഒരു ചെറിയ കുഷ്യൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മരത്തിൻ്റെ. ഓക്കെ, Alex and Guti, the other one who wear red t-shirt. Yeah. So this is Alex. ഓക്കെ, ഇവർ രണ്ടുപേരും ഇനി മുതൽ നമ്മളുടെ കൂടെ ഉണ്ടാവും. ഹായ്. Hello. Sese, anay pele esta sarayna puta pe sese dua. Ah. ഈ ഒരു വണ്ടിക്ക് ഒരു 10 മിനിറ്റ് മാത്രം യാത്രയേ ഉള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട്, കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട്. മൂവാറ സിബറൂട്ട് എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ഇതാണ് ഈ ഒരു ഐലൻഡിന്റെ ഈ ഒരു ഭാഗത്തിന്റെ ക്യാപിറ്റൽ വരുന്നത്. 11,000-ഓളം ആളുകൾ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട് കേട്ടോ. ഐലൻഡിന്റെ നോർമൽ റോഡുകളും വീടുകളും ഒക്കെ ഇങ്ങനെയാണ്, കോൺക്രീറ്റ് റോഡുകളാണ് കേട്ടോ ഇങ്ങനെ കണക്ട് ചെയ്തുള്ളത്. പിന്നെ ഇതിന്റെ നോർത്ത് സൈഡിനെയും അതുപോലെ തന്നെ സൗത്ത് സൈഡിനെയും കണക്ട് ചെയ്ത റോഡുകളൊന്നുമില്ല. ഇത് പ്രധാനമായിട്ടും ബോട്ട്, സ്പീഡ് ബോട്ട് പോലുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വീടുകൾ പണിയുന്ന അധികവും മരത്തിന്റെ കൊണ്ടാണ് പണിയുന്നത്. നമുക്കറിയാം ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ ഭൂമികൾക്കത്തിനൊക്കെ പേര് കേട്ട സ്ഥലങ്ങളാണ്, അതൊക്കെ കൊണ്ട് ഇതുകൊണ്ടാണ്. പിന്നെ അവൈലബിലിറ്റി ഈ ഒരു കാടാണല്ലോ, കാട്ടിൽ മരങ്ങൾ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ വീടുകൾ, ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ വേണ്ട ആളുകൾക്കുള്ള ഹോസ്പിറ്റൽ, അതായത് ഒരു ഹോസ്പിറ്റലും പിന്നെ ചെറിയൊരു ക്ലിനിക്കും ഒക്കെ ഈ ഒരു ടൗണിലാണുള്ളത്. അതുകൂടാതെ സ്കൂള് കാര്യങ്ങളും ഒക്കെ ഈ ഒരു ടൗണിനോട് ചുറ്റിപ്പറ്റി തന്നെയാണ് കേട്ടോ ഉള്ളത്. ഈ നാട്ടുകാരായിട്ടുള്ള ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഈ കാണുന്ന എല്ലാവരും ഇവിടുത്തെ ട്രൈബലായിട്ടുള്ള ആളുകളല്ല. കാരണം ഇന്തോനേഷ്യൻ ഗവൺമെൻറ് ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ജാവ പോലുള്ള സ്ഥലങ്ങൾ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നല്ല ഇങ്ങോട്ടേക്ക് ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്റ്റൈപ്പൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കൊടുത്തിട്ടൊക്കെ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ജനവാസമില്ലാത്ത ഒരു ഐലൻഡ് ആയി പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് വണ്ടി ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു ഷോപ്പിൽ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ വാങ്ങാനായിട്ട് നിർത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ ഐലൻഡിൽ ആളുകൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ ഷോപ്പിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളതെന്ന് കാണാം. മുമ്പിൽ തന്നെ ഇവിടെ ഉള്ള എല്ലാവരും പുകവലിക്കാരാണെന്നറിയാലോ. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള സിഗരറ്റുകൾ ഇവിടെയുണ്ട്. അതുകൂടാതെ ഇതുണ്ട് അരി സാധനങ്ങൾ, പിന്നെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, അങ്ങനെയുള്ള A to Z സാധനങ്ങൾ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇത്. ഹലോ. ഓക്കെ. ഐ ഡോണ്ട് നോ. ഒരു റെയിൻകോട്ട് എന്തായാലും ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ തന്നെ ഇതുകളാണ് കേട്ടോ, അല്ലാണ്ട് വലിയ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. കമ്പനികൾ, ബ്രാൻഡുകൾ മാറ്റം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ എല്ലാവരും കൂൾ ഡ്രിങ്ക്സ് ഇല്ലേ, ഇമാതിരി സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളുകളാണ്. അതായത് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം പതാങ്ങിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നമ്മളുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ കുച്ചു കുച്ചു ഹോത്താ ഹേ അതൊക്കെ അറിയാത്ത ആൾക്കാരില്ല കേട്ടോ. നമ്മുടെ വണ്ടിയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു കൊല്ലം നിങ്ങൾ കണ്ട കേട്ടോ. ശരിക്കും പഴയ വണ്ടീനെ മരമെല്ലാം അടിച്ച് വീണ്ടും സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ആലെന്ന് പറഞ്ഞ് ചെല്ലാനായിട്ടാ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കേട്ടോ. കിപ്പാസോസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമാണോന്നാണ്. ബൈ 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 ബൈ. എന്താണ് അവര് സുഖമാണെന്ന് പറയുന്ന ആ ഒരു സാധനം കേട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തോ ഒരു ഭാഷ പോലെ നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? എനിക്ക് തോന്നി കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ സെറ്റിൽമെന്റ് ഏരിയകളാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, കാരണം വരി വരിയായിട്ട് വീടുകളൊക്കെ വെച്ച് ആളുകൾ അങ്ങനെ താമസിക്കുന്ന ഒരു ഏരിയ. പിന്നെ മുമ്പ് കാലത്ത് ഇവിടെ ഇത് മേൽക്കൂര മേഞ്ഞുകൊണ്ടിരുന്നത്
അതുപോലുള്ള പനയുടെ ഇതുകൊണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം വന്നിട്ട് ഇതുണ്ട്, ആധുനികത വന്നു, ടിൻ ഷീറ്റുകൾ വന്നു കേട്ടോ. നമ്മളെ ഇവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ വന്നിറങ്ങി. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഗംബൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനായിട്ട് ഇറങ്ങിയതാണ്. നമുക്കിനി ഉണ്ടല്ലോ പോകാനായിട്ട് പാൻറ്റിൻ്റെ ആവശ്യമില്ല. ഗംബൂട്ട് ഇടുന്ന സമയത്ത് മൊത്തം ചെളിയാവും. അപ്പം നമുക്ക് ഈ സാധനം ഇവിടെ ഷോട്ട് ചെയ്യണം. ഇനിയാണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള കാട്ടിലേക്ക് കയറാൻ പോകുന്നത്. അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഗംബൂട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇനിയിപ്പം പാൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ സൈസിനുള്ള ഗംബൂട്ട് തന്നെ തിരഞ്ഞെടുക്കണേ. അപ്പം ഓരോ ആൾക്കാർ ഓരോരോ സൈസ് ഓക്കെ ആണോ എന്നുള്ളത് നോക്കുന്നതാണ്. എനിക്ക് ഇത് ഓക്കെയാണ്. നമ്മുടെ ബാഗൊക്കെ കൊണ്ടുണ്ടല്ലോ ഇതാ അവിടെ ഇനിയിപ്പോൾ എന്തൊരു തൂണിയിൽ എന്തോ കയറി പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടം വരെ അവർ ഡ്രോപ്പ് ചെയ്യും. നമുക്ക് അവിടം വരെ നടന്നു പോകാം. നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ ഒരു വില്ലേജിൽ ഇപ്പോൾ ഉള്ളത് പുറത്തുനിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. പണ്ട് ഈ ഒരു വില്ലേജ് കാടായിരുന്ന സമയത്ത് അന്ന് നിലനിന്നിരുന്ന ഒരേ ഒരു വീട് ഇന്ന് നിലനിൽക്കുന്നത് ഇത് മാത്രമാണ്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ വീടിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഗവൺമെൻറ് വെച്ച് കൊടുത്ത വീടുകളൊക്കെ ഇതുപോലുള്ള ടിപ്പിക്കൽ ഈ ഒരു ടൈപ്പ് വീടുകളാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടല്ലോ ഏകദേശം ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ഈ ഒരു ചേമ്പ്, അതുപോലെ തന്നെ കപ്പ, മറ്റ് സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. കൂടാതെ കവുങ്ങൊക്കെ നമുക്ക് കാണാം, മാവൊക്കെ നമുക്ക് കാണാം. അവിടെ എല്ലാ ആൾക്കാരും ഇതുണ്ട്. ഇതൊക്കെ ഒരു ടിപ്പിക്കൽ ഓലമേഞ്ഞ വീടാണ് കേട്ടോ. ഹായ്. ഈ കാണുന്ന വീടൊക്കെ കണ്ടോ നിങ്ങൾ? ഇതെല്ലാം ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേയിലൊക്കെ താമസിക്കുകയൊക്കെ ചെയ്യാതെ. ഇവിടെ ഉണ്ടല്ലോ രസകരമായിട്ടുള്ളൊരു തോണിയുടെ കാഴ്ചയുണ്ട്. അതായത് ഒറ്റ കൊമ്പിൽ ഒറ്റ മരമാണ്, സിംഗിൾ മരത്തിൽ കൊത്തിയെടുത്തേക്കുന്ന, വേറെ എവിടെയും ജോയിൻറ്റുകളൊന്നും ഇല്ലാത്ത കണ്ട ഞങ്ങൾ ഒരു തോണിയെ. ഇത് ഏതു മരമാണോ എന്തോ. ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും അതുപോലത്തെ തോണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ എന്തെല്ലാം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കയറ്റി ഇപ്പം ആ ഒരു തോണി കൊണ്ട് പോവേ. ഈ ഒരു തോണിയുടെ ഒരു പ്രത്യേകത ഇതുണ്ട്, അവിടെ ഒരു മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഓണാക്കിയിട്ട് നമുക്ക് ഒഴുക്കിനെതിരെ തുഴയൊന്നും വേണ്ട, യന്ത്രബോട്ടിൽ അങ്ങനെ പോവാം. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ പോകാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ട് പുഴയിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയും നമുക്ക് ഇറങ്ങേണ്ടി വരില്ല. അല്ല വെള്ളം കുറവാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഈ പുഴ മുറിയും. അന്നേരം നമ്മൾ ഇറങ്ങി ഇത് സാധനമൊക്കെ പൊക്കി അപ്പുറയാക്കിയിട്ട് വേണം നടന്നിട്ടൊക്കെ വേണം പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടി തട്ടുകയൊക്കെ ചെയ്യുക. പിന്നെ എന്തായാലും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പുഴയിൽ കൂടി തോണി പോകുക അതാ ഇങ്ങനെയായിരിക്കും. അവിടെ നിന്നൊരു ഒച്ച കേൾക്കുന്നുണ്ട് കണ്ട. കുതിച്ച് പാഞ്ഞ് വരുന്ന വരവ് കണ്ട നിങ്ങൾ. ഇത്രയും സ്പീഡിലായിരിക്കും കേട്ടോ നമ്മളും പോകുന്നത്. റെഡി? ഓക്കെ, നമുക്കിതാ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. യെസ്, ലെറ്റ്സ് ഗോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.